വലിയ ശക്തമായ മത്സരമാണല്ലോ. മത്സരം ഇവിടെയോ? ഈ ആളുകളെ കാണുന്ന നട്ടുച്ചയ്ക്ക് ആളുകളെ കാണുന്നുണ്ടോ? ഇങ്ങനെ ചോദ്യമുണ്ടോ? പക്ഷേ പല പോളുകളും ശൈലജ ടീച്ചർക്കാണ്. കഴിഞ്ഞ വർഷം പാലക്കാട് പോള് പറഞ്ഞെന്താ ശ്രീകണ്ഠൻ 3ാം സ്ഥാനം, ഇപ്പൊ എവിടെ എത്തി? ഇവിടെ ഇപ്പോ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ മാറി മറിഞ്ഞല്ലോ. അതൊക്കെ എങ്ങനെ ബാധിക്കുന്ന വിഷയം? എന്തോ അവസാന ഘട്ടത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ വീഡിയോയുമായി ബന്ധപ്പെട്ടും അതൊക്കെ തെളിഞ്ഞില്ലേ? എന്താണ് സത്യം എന്നുള്ളത് തെളിഞ്ഞില്ലേ? സത്യം ഒരിക്കലും മറച്ചു വെക്കാൻ സാധിക്കുന്നില്ല. സോളാറിന് സമയത്ത് എന്തൊക്കെ കാണിച്ചു, എന്തായി? അതേപോലെ കള്ളങ്ങൾ പറയാൻ അതിന് സമാനമാണോ? സോളാറിന് സമാനമാണ്, ഒരു സംശയമില്ല. ഇപ്പോഴത്തെ ആരോപണം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ എവിടെ? ടീച്ചർ പറഞ്ഞല്ലോ, വീഡിയോ എന്നല്ലല്ലോ ടീച്ചർ പറഞ്ഞത്. ആദ്യം വീഡിയോ എന്നാണല്ലോ പറഞ്ഞത്. ടീച്ചർ പറഞ്ഞ ഫേക്ക് വീഡിയോ ഉണ്ടെന്നല്ലേ? ഫേക്ക് വീഡിയോ എന്ന് പറയുന്നത് അശ്ലീല വീഡിയോ ആണ്. ഫേക്ക് വീഡിയോ എന്തി? അല്ല, ഫേക്ക് വീഡിയോ എന്തി? അപ്പൊ എന്ത് വില കൊടുത്തും എതിരാളിയെ തോപ്പിക്കുക, ഷാഫിയെ തോപ്പിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഇതുണ്ടാക്കി. അത്രേ ഉള്ളൂ. ടീച്ചറാണോ? ആരുണ്ടാക്കി? അതെനിക്കറിയാം. ആരുണ്ടാക്കി? ഞാൻ പറയാം, എനിക്കങ്ങനെ അറിയാം. വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് വീഡിയോ വരില്ല. അപ്പൊ അവർ ആ വീഡിയോ എന്തി? ആരാ പ്രചരിപ്പിച്ച വീഡിയോ ഉണ്ടെന്ന് ആരാ പ്രചരിപ്പിച്ചത്? ആരാ വീഡിയോ? ആരുണ്ടാക്കിയെന്നാണ് ആരോപിക്കുന്നത്. അല്ല, ഞാനൊന്നും ആരോപിക്കുന്നില്ല. ആരാ ഇത് പറഞ്ഞ വീഡിയോ ഉണ്ടെന്ന്? ആ വീഡിയോ ഉണ്ടാക്കിയോട് ചോദിച്ചു, വീഡിയോ എവിടെയെന്ന്. മടങ്ങുവാണോ? എല്ലായിടത്തും വരുന്നത് പോലെയാണോ? എല്ലായിടത്തും ഓടി പോവാ. എങ്ങനെയാ യു ഡി എഫിന്റെ മൊത്തത്തിലുള്ള സാധ്യത? 2 മണിക്കാണ് കേസിന്റെ അവിടെ വെച്ചത്, സുധാകരേട്ടൻ അവിടെ വെച്ചിരിക്കുന്നത്. അവിടെ ഇപ്പൊ 1:30 യു ഡി എഫിന്റെ മൊത്തത്തിലുള്ള സാധ്യതകൾ 100%, 20 സീറ്റും ചരിത്ര ഭൂരിപക്ഷം നേടി ജയിക്കാൻ പോവാണ്. അനിൽ ആന്റണി ഫ്രണ്ട് അല്ലേ? എന്തോ? അനിൽ ആന്റണിയുമായിട്ട് വലിയ സൗഹൃദമല്ലേ? അല്ല, രാഷ്ട്രീയമല്ലേ ഇത്? ഈ രാഷ്ട്രത്തിന്റെ കാര്യമല്ലേ? എന്നെ സംബന്ധിച്ച് രാഷ്ട്രമാണ് ആദ്യം, എന്റെ പാർട്ടിയാണ് ആദ്യം. രാഷ്ട്രം വന്നു, അതിനുശേഷം പാർട്ടി വന്നു. പാർട്ടിക്ക് ശേഷമുള്ള മറ്റെല്ലാ ബന്ധങ്ങളും അത് ജീവിതത്തിൽ എന്റെ പിതാവ് കാണിച്ചു തന്നതാ. അനിൽ ആന്റണിയുടെ സാധ്യതകൾ എങ്ങനെയാ കാണുന്നത്? അല്ല, അനിൽ ആന്റണി BJP നേതാവില്ലേ? BJP തോറ്റിരിക്കും.